അല്ല, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും അദ്ദേഹത്തെ പേടിപ്പിക്കാൻ പോണത്? എന്തിനാ പേടിപ്പിക്കാൻ പോണ്? അങ്ങനെ സർക്കാരിനെതിരായിട്ടല്ല പറഞ്ഞത്, അദ്ദേഹം അവിടുത്തെ ഒരു വിഷയം പറഞ്ഞതാണ്. ആണെങ്കിൽ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും ആ ഡോക്ടർ ഹാരിസിനെ പേടിപ്പിക്കാൻ പോണ്? വരട്ടുന്നെന്തിനാ? അതാണ് എൻ്റെ മറുപടി. ഇതൊക്കെ നമ്മൾ നേരത്തെ മറുപടി പറഞ്ഞ കാര്യങ്ങളാണ്, വീണ്ടും വിഷയമാക്കി കൊണ്ടുവരണ്ട. ബി ജെ പി അവിടെ കിട്ടിയ വോട്ടൊന്ന് പരിശോധിച്ചാൽ മതി. ബി ജെ പി സി പി എമ്മുമായിട്ട് ധാരണ ഉണ്ടാക്കി കോൺഗ്രസിൻ്റെ വോട്ട്, യു ഡി എഫിൻ്റെ വോട്ട് പിടിക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റിനെ നിർത്തുകയും എൽ ഡി എഫിന് വോട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റിനെ നിർത്തുകയും ചെയ്ത അവിടെ എൽ ഡി എഫിനെ സഹായിക്കാൻ വേണ്ടി, സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി എടുത്ത കാര്യമാണ്. രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിനെ മതേതരത്വം പഠിപ്പിക്കാൻ വരണ്ട, മനസ്സിലായി? അത് ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. മതേതരത്വം, സോഷ്യലിസം എന്നുള്ള വാക്ക് ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയണം, ആമുഖത്തിൽ നിന്ന് എടുത്തു കളയണം എന്ന് പറയുന്ന RSSൻ്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ആൾ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വരണ്ട. അത് അവരുടെ ആഭ്യന്തര പ്രശ്നം. പുകയോ നീറോ ആളിക്കത്തോ എന്ത് പണി ചെയ്തോട്ടെ, നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഒരു DGP വെച്ചു, ആ DGP പ്രവർത്തിക്കട്ടെ. അതൊക്കെ അവരുടെ വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാറില്ല, സ്വാതന്ത്ര്യ സമരവും നടക്കുന്നതല്ല. അത് അന്നത്തെ കാലത്തിൽ ഒരു പ്രതീകമായിട്ടാണ് ഖദർ ധരിക്കുന്നത്. അത് ഖദർ ധരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ഖദർ ധരിക്കാത്തവരുണ്ട്. ഞങ്ങൾ വസ്ത്രധാരണത്തിലൊന്നും ഒരു റിസ്ട്രിക്ഷൻ കൊടുക്കില്ല, ഒരു നിർബന്ധം ഒന്നും കൊടുക്കില്ല. ഞാനും എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ്, അതിനൊന്നും ഞങ്ങൾ ഒരു റെസ്ട്രിക്ഷനും ചെറുപ്പക്കാർക്ക് കൊടുക്കില്ല. അവർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.